ശബരിമല വിധിയിലെ റഫറൻസിൽ നിലപാട് അറിയിച്ച അമിക്കസ് ക്യൂറി ക്ഷേത്രങ്ങളിലേക്ക് വിവേചനമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്നും ക്ഷേത്രപ്രവേശനം സംരക്ഷിക്കപ്പെടണമെന്നും അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിച്ചു. ക്ഷേത്രപ്രവേശനം ആരാധനാവകാശത്തിലേക്ക് പരിമിതപ്പെടുത്തരുത്. എല്ലാ വിശ്വാസികൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകണം. ആരുടെയും ദയ അനുസരിച്ചല്ല ക്ഷേത്രപ്രവേശനം ലഭിക്കേണ്ടതെന്നും കർശനമായ മതപിന്തുണയില്ലാത്ത ആചാരമാണ് ശബരിമലയിലേതെന്നും അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിച്ചു. ശ്യാം ദേവരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത് അമിക്കസ് ക്യൂറി? അതിന്റെ വിശദാംശങ്ങളാണ് ഇനി അറിയേണ്ടത്. കീർത്തന, ശബരിമല വിധിയിലെ റഫറൻസിൽ ആണ് 16 ദിവസത്തെ വാദം ഇന്ന് സുപ്രീം കോടതിയിൽ പൂർത്തിയായി. ഇതിലാണ് ഏറ്റവും ഒടുവിൽ അമിക്കസ് ക്യൂറി നിലപാട് അറിയിക്കുന്നത്. അമിക്കസ് ക്യൂറി കെ പരമേശ്വർ അറിയിച്ച നിലപാടാണിത്. ക്ഷേത്രപ്രവേശനം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് അമിക്കസ് ക്യൂറി സുപ്രീം കോടതി അറിയിച്ചത്. ക്ഷേത്രപ്രവേശനത്തെ ചുരുക്കിക്കാണരുത്. ഒരു വലിയ സമരത്തിന്റെ ചരിത്രമാണ് ക്ഷേത്രപ്രവേശനം. ദീർഘകാലത്തെ പോരാട്ടത്തിന് ശേഷമാണ് ക്ഷേത്രപ്രവേശനം അനുവദിക്കപ്പെട്ടത്. ക്ഷേത്രപ്രവേശനം ആരാധനാ അവകാശത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തരുത്. അത് ക്ഷേത്രപ്രവേശന അവകാശത്തോട് ചെയ്യുന്ന അനീതിയാണ് െന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി സുപ്രീം കോടതി അറിയിച്ചു. ക്ഷേത്രത്തിലേക്ക് വിവേചനമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം. വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാവണം. പ്രവേശനാവകാശത്തിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ള അവകാശം ഉൾപ്പെടും. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഇല്ല എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ആരാധനാമൂർത്തി നിലനിൽക്കുന്നത് അഥവാ പ്രതിഷ്ഠ നിലനിൽക്കുന്ന വിശ്വാസത്തിൽ ആണ്. മാത്രമല്ല, അതിന് സ്വതന്ത്രമായിട്ട് നിലനിൽപ്പില്ല. പ്രതിഷ്ഠയ്ക്ക് അവകാശങ്ങൾ നൽകുന്നത് സാഹചര്യം സങ്കീർണമാക്കും. മതപരമായ മൗലികാവകാശങ്ങളും പ്രതിഷ്ഠയ്ക്കുണ്ട് എന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. വിശ്വാസി എന്ന് അവകാശപ്പെടുന്നവരെയും പരിഗണിക്കപ്പെടേണ്ടി വരും എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി സുപ്രീം കോടതി അറിയിച്ചു. ആരുടെയും ദയ അനുസരിച്ചുള്ള ക്ഷേത്രപ്രവേശനം ലഭിക്കേണ്ടതെന്നും മതവിഭാഗം എന്ന വാക്കിന് സങ്കുചിതമായ അർത്ഥം നൽകരുത് എന്നും കർശനമായ മതപിന്തുണയില്ലാത്ത ആചാരമാണ് ശബരിമലയിലേത് എന്ന കാര്യം കൂടി അമിക്കസ് ക്യൂറി സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ഇതിൽ ഇന്ന് ജസ്റ്റിസ് എം സുന്ദരേഷ് 9 അംഗ ബെഞ്ചിലെ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ എം സുന്ദരേഷ് വ്യക്തമാക്കിയത് അനിവാര്യ മതാചാര പരിശോധനയ്ക്ക് വരേണ്യ സ്വഭാവമുണ്ട് എന്ന കാര്യമാണ്. മതാചാരം പിന്തുടരാത്തവരെ മാറ്റി നിർത്താൻ അനിവാര്യ മതാചാര പരിശോധന കാരണമാകുന്നു എന്ന കാര്യവും കൂടി ജസ്റ്റിസ് എം സുന്ദരേഷ് നിരീക്ഷിക്കുകയും ചെയ്താലും ശബരിമല റഫറൻസിലെ വാദം പൂർത്തിയായി വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. ചരിത്രപരമായ കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടായിരുന്നോ ശ്യാം ഈ ഒരു അമിക്കസ് ക്യൂറിയുടെ വാദം? പ്രത്യേകിച്ച് ഈ ഒരു വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോൾ അത് മതവുമായി മാത്രം ബന്ധപ്പെടുത്തിയിട്ടുള്ളതല്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു അമിക്കസ് ക്യൂറിയുടെ വാദങ്ങൾ? റോഷി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഷി സൂചിപ്പിച്ചത് തന്നെയാണ്. ചരിത്രപരമായ പശ്ചാത്തലവും കൂടി മുൻനിർത്തിക്കൊണ്ടാണ്, അതായത് ക്ഷേത്രപ്രവേശന വിളംബരം അടക്കമുള്ള കാര്യങ്ങൾ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടാണ് അമിക്കസ് ക്യൂറി കെ പരമേശ്വർ സുപ്രീം കോടതിയിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ നിലപാട് അറിയിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തെ അത് ചുരുക്കി കാണരുത്. ക്ഷേത്രപ്രവേശനം സംരക്ഷിക്കപ്പെടണം. ഒരു വലിയ സമരത്തിന്റെ ചരിത്രമാണ് ക്ഷേത്രപ്രവേശനം. മാത്രമല്ല, ദീർഘകാലത്തെ പോരാട്ടത്തിന് ശേഷമാണ് ക്ഷേത്രപ്രവേശനം തന്നെ അനുവദിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശനം ആരാധനാവകാശമാണ് എന്നതിലേക്ക് പരിമിതപ്പെടുത്തി കാണരുത് എന്നതാണ്. മാത്രമല്ല, അതിലേക്ക് വിവേചനമില്ലാത്ത എല്ലാത്തരം ഹിന്ദുക്കൾക്കും ഉൾപ്പെടെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം. വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനാകണം എന്ന കാര്യവും കൂടിയാണ് അമിക്കസ് ക്യൂറി വ്യക്തമാക്കുന്നത്. അതിലേതെങ്കിലും രീതിയിലുള്ളൊരു വിവേചനം പാടില്ല എന്ന നിലപാട് കൂടി അമിക്കസ് ക്യൂറി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പ്രവേശനം എന്നത് കേവലം പ്രവേശിക്കുക, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക എന്നത് മാത്രമല്ല, അതിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് നേരത്തെ നിയമപരമായ സംരക്ഷണം ഉണ്ട് എന്നായിരുന്നു ഈ ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവർ, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്നവർ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം. പക്ഷെ അതിനെ അമിക്കസ് ക്യൂറി ഖണ്ഡിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഭരണഘടനാപരമായ സംരക്ഷണം ഇല്ല എന്ന് അമിക്കസ് ക്യൂറി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ആരാധനാമൂർത്തി ഈ പ്രതിഷ്ഠ എന്നത് നിലനിൽക്കുന്നത് വിശ്വാസം എന്ന തലത്തിലാണ്. അതിനൊരു സ്വതന്ത്രമായ നിലനിൽപ്പ് ഇല്ല. പ്രതിഷ്ഠയ്ക്ക് ഇത്തരം അവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശങ്ങൾ നൽകുന്നത് സാഹചര്യങ്ങളെ സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മതപരമായ മൗലികാവകാശങ്ങളും പ്രതിഷ്ഠയ്ക്കുണ്ട് എന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ആരുടെയും ദയ അനുസരിച്ചല്ല ക്ഷേത്രപ്രവേശനം ലഭിക്കേണ്ടത് എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി കെ പരമേശ്വർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിൽ സാധാരണ മതാചാരങ്ങൾക്ക് മേൽ സവിശേഷത നൽകുന്നതാണ് അനിവാര്യമായ മതാചാരം. ശാസ്ത്രീയ മനോഭാവം വളർത്തുക എന്ന കടമയെക്കുറിച്ച് ഭരണഘടന അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ആശങ്കയുണ്ട് എന്ന കാര്യവും കൂടി അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ മതം എന്നത് മറ്റൊരാളുടെ അന്ധവിശ്വാസമാണ്. ക്ഷേത്രപ്രവേശനം അനുച്ഛേദം 25 ഉറപ്പ് നൽകുന്ന മൗലികാവകാശമാണെന്ന കാര്യവും കൂടിയാണ് അമിക്കസ് ക്യൂറി കെ പരമേശ്വർ സുപ്രീം കോടതിയെ അറിയിച്ചത്.